41 days to go വേൾഡ് കപ്പ്. അതെ, വേൾഡ് കപ്പിന് ഇനി വേൾഡ് കപ്പ് അടുത്ത് അതെ 41 ദിവസം കൂടിയുള്ളു. അതെ. സോ പല താരങ്ങൾക്കും പരിക്കാണ്, ഇതാണ് പ്രധാന കാര്യം. ബ്രസീലിലൊക്കെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്. റോഡ്രിഗോ, ഏദർ മിലാറ്റോ, അങ്ങനെ ലിസ്റ്റുകൾ നീളുകയാണ്. അതെ, ഈ യാമീലിന് വരെ കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇഞ്ചുറിയാണ്. ഒരുപാട് താരങ്ങൾക്ക് പരിക്കുണ്ട്. അത് എല്ലാ രാജ്യത്തിലും അതുകൊണ്ട് പ്ലേയേഴ്സിനും ഉണ്ട്. അത് പിന്നെ റാഫീന ഈ വീക്കിൽ തിരിച്ചു വരും. വേൾഡ് കപ്പോടെ റെഡി ആകുമായിരിക്കും. മേ ബി ലാ ലീഗയിലെ നെക്സ്റ്റ് ക്ലാസിക്കോ ഒക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങും തോന്നുന്നു. എംബാപ്പയ്ക്കുണ്ട്. എംബാപ്പയ്ക്ക് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ബ്രസീലിൽ മാത്രമല്ല, എല്ലാ രാജ്യത്തിലും എല്ലാ പല പ്ലേയേഴ്സിനും ഇഞ്ചുറീസ് ഉണ്ട്. പിന്നെ നമ്മൾ റയലിന്റെ സിറ്റുവേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ജോസെ മൊറീനിയോ ആൻഡ് ക്ലോപ്പാണ് ഇപ്പം മെയിൻ ലിസ്റ്റായിട്ട് രണ്ടുപേരും നിൽക്കുന്നത്. സോ കൂടുതൽ മൊറീനിയോ ഒക്കെ തന്നെയാണ്. കാരണം ആ ഒരു ഗ്യാങ്ങിനെ ഒതുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്ലബിലൊന്ന് അത്ര ഓറ താങ്ങണമെങ്കിൽ ഈ പുള്ളിക്ക് മാത്രമേ ജോസെ മൊറീനിയോ വരണം എന്നാണ് തോന്നുന്നത്. ഡിഫറെൻ്റ് ആണ് പ്ലേയേഴ്സ്. എല്ലാ പ്ലേയേഴ്സിനും ജോസെ മൊറീനിയോന്റെ കീഴിൽ പരിശീലനം നേടാനും ആഗ്രഹമുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. ഇപ്പം എംബാപ്പയ്ക്ക് വരെ താല്പര്യമുണ്ട്. ഈ വിനിയുടെ ആ ഒരു ഇഷ്യൂവിൽ ബെനിഫിക് ആയിട്ടുള്ള ആ ഒരു മത്സരത്തിലുണ്ടായ ഇൻസിഡൻറ്റിൽ കുറച്ച് റയൽ ഫാൻസിനൊരു അതൃപ്തി ഉണ്ട്. കാരണം അന്ന് മൊറീനിയോ സപ്പോർട്ട് ചെയ്തത് ചെറിയ രീതിക്കെങ്കിൽ പോലും സ്വന്തം ടീം അങ്ങനെ ആയതുകൊണ്ട് ഏത് കോച്ച് നോക്കുക ലാസ്റ്റ് പെരിസിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അതെ, ഈ വട്ടം പെരസ് തീരുമാനിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ കണ്ടറിയാം നമുക്ക്. പിന്നെ നാളെയാണ് ഇപ്പോൾ മാച്ചുകളിൽ പ്രീമിയർ ലീഗിൽ ആർസണലിന് മാച്ച് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾഹാമായിട്ട്. കാരണം ജയിച്ചിട്ടില്ലെങ്കിൽ മാൻ സിറ്റി അടിക്കും. പിന്നെ അൽഹിലാലിന് മാച്ച് ഉണ്ട്. അൽഹിലാലും അൽഹാസിയുമാണ് ഉള്ളത്. സോ അൽ നാസർ കപ്പ് അത് തോക്കണമെന്നില്ല. മേ ബി ഒരു ഡ്രോ പോലും അൽഹിലാലിനെ സംബന്ധിച്ച് ബാഡാണ്. കാരണം ഈ ഒരു സീസണിൽ തന്നെ 8 ഡ്രോ ആയി. ഒരു മാച്ചും തോറ്റില്ല എന്നുള്ളൂ, പക്ഷെ 8 ഡ്രോ വന്നിട്ടുണ്ട് നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അത് ബാഡാണ്. കാരണം അൽ നാസർ ലാസ്റ്റ് 20 മാച്ച് അൽ നാസർ തോറ്റിട്ടില്ല. അത് ഒരു കാര്യത്തിൽ അൽ നാസർ എന്തായാലും ഇവിടെ സൗദി പ്രോ. സോ അതാണ്. അതെ അതെ. സോ വേൾഡ് കപ്പും ഇത്തവണ അടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു. വേൾഡ് കപ്പിൽ ഇപ്പോൾ നമ്മൾ ഈ വട്ടം കളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ വട്ടം ഞങ്ങൾ അടിച്ചത് ഈ വട്ടം ഞങ്ങൾ തന്നെ അടിക്കും. വാമോസ് അർജന്റീന. അത് നമുക്ക് കണ്ടറിയാം. പോർച്ചുഗൽ എന്തായാലും അതൊക്കെ പോർച്ചുഗലിന്റെ സ്കോഡ് ഒരിക്കലും നല്ല സ്കോഡാണ്. ഈ വട്ടം വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചാൽ ഇപ്പം നമ്മൾ സ്പെയിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിലും പോർച്ചുഗലിൽ നോക്കുകയാണെങ്കിലും എല്ലാവരും ഫോമിലാണ്. അല്ല, യൂറോപ്പ് ആണെങ്കിലും ലാറ്റിൻ അമേരിക്ക ആണെങ്കിലും ഏത് വിങ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പം. ഏഷ്യയിൽ വരെ നമ്മൾ ജപ്പാനൊന്നും അത്ര മോശം അല്ല. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാം നല്ല ടീമുകൾ നല്ലോണം കളിക്കുന്നുണ്ട്. സോ കണ്ടറിയാം എന്താണ് സംഭവിക്കാന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് കണ്ടറിയാം വാമോസ് അർജന്റീന.